ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം. എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വലിയ തെറ്റാണോ? അത് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് ചെയ്യും. കുറച്ച് നേരത്തിന് മുന്നേ മരിച്ചുപോയ അർജുന്റെ ഫാമിലി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മനാഫിനെ പറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ഒക്കെയാണ് പറയുന്നത്. കൂട്ടത്തിൽ ഈശ്വർ മാൽപ്പയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതായത് മനാഫ് ഭയങ്കരമായിട്ട് മുതലെടുക്കുവാണ്, മനാഫ് പൈസ പിരിച്ചു, പിന്നെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അർജുൻ എത്ര നാൾ കാത്തു നിന്നിട്ടാണ് അർജുൻ്റെ ബോഡി നമുക്ക് കിട്ടിയത്? ഏകദേശം 2 മാസത്തോളം കാത്തു നിന്നിട്ടാണ് കിട്ടിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത പ്രശ്നമായിട്ട് വരുവാണ് മനാഫിൻ്റെ വിഷയങ്ങളായിട്ട്. ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. കാര്യം കേരളം മുഴുവനും അർജുൻ്റെ ഒരു കാര്യത്തിൽ എന്തുമാത്രം വിഷമിച്ചാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ആ ഒരു വിഷയം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത പ്രശ്നത്തിലോട്ട് പോകുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം മനാഫിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി തന്നെ, ഈ പറയുന്ന അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ആ ബോഡി പോലും കിട്ടുമെന്ന് നമ്മളാരും വിചാരിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്, വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് വിടുകയാണ്, സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്, നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സംഘടനത്തിൽ നിൽക്കുമ്പോൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ല, ഞങ്ങളതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങൾ റൂമിൽ കുറേ ആളുകളുണ്ട്, ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞങ്ങൾ വന്നിട്ടോ, ഇയാൾ എൻ്റെ അടുത്ത ഒരാളെ കൊണ്ടുവന്നു, ഇയാൾക്ക് ഞാൻ സെൻഡ് ഓഫ് കൊടുത്തതാണ്, പിന്നെ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്, 2.5 മാസത്തെ ഇതിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് മൂപ്പരാളെ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അർജുന സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അതൊക്കെ എൻ്റെ കുടുംബത്തിന്. അതാ പറഞ്ഞത്, കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിനൊക്കെ തെളിവ് ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി മനാഫ് കുറേ കാര്യങ്ങൾ മുതലെടുക്കുന്നു. പിന്നെ അത് മാത്രവുമല്ല, ഇവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് എനിക്ക് തോന്നുന്നത് മനാഫ് ഇന്നേ വരെ ഇവരെ ആരെയും പറ്റിയിട്ട് വന്ന് കുറ്റം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും പുള്ളിക്കാരൻ വളരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? അതായത് അർജുൻ്റെ അമ്മ എൻ്റെ അമ്മയെ പോലാണ്, അതേപോലെ എൻ്റെ അനിയന്മാരാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ മിസ്റ്റേക്സ് എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ട്, അല്ലേ? കാര്യം യൂട്യൂബ് ചാനൽ ഇപ്പോൾ എന്തിനാണ് തുടങ്ങിയെന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനാഫ് സാഹചര്യം മുതലെടുത്തതല്ലേ എന്ന്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് എനിക്ക് ആൾക്കാരോട് എനിക്ക് സംസാരിക്കാനായിട്ട് കിട്ടിയ ഒരു അവസരമാണ്, അതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ അയാൾക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനലും പിന്നെ അത് മാത്രമല്ല ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടും ജീവിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നു. പുള്ളിക്കാരൻ 4-5 ലോറിയൊക്കെ ഉള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇവരെന്തായാലും ഈ ഒരു വിഷയത്തിൽ ഭയങ്കര ഉറച്ചു തന്നെ നിൽക്കുവാണ്. മനാഫ് ഭയങ്കര രീതിയിൽ മുതലെടുക്കുന്നു, പിന്നെ സെൻഡ് ഓഫ് പാർട്ടി നടക്കുന്നു. എന്തായാലും കൊള്ളാമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു മരണം നടന്നൊരു വീടാണ്. ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പം ബോഡി ഏകദേശം ദഹിപ്പിച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ ഇങ്ങനെയൊക്കെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതായിരുന്നു നല്ലത്. വെറുതെ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അല്ലേ? നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മനാഫുമായിട്ട് വിളിച്ചിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നതായിരുന്നു നല്ലത്. കാര്യം മനാഫിനെ സംബന്ധിച്ച് ഒരു കാര്യം പറയാം. മനാഫിൻ്റെ ആ ലോറിയുടെ വിഷയത്തിൽ തന്നെ ഒരുപാട് സൈബർ ബുള്ളിങ്ങും മനാഫ് നേരിട്ടിട്ടുണ്ട്. മനാഫിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ആ മുങ്ങിപ്പോയ ലോറിക്കകത്ത് സ്വർണ്ണം കടത്തിയതാണെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കിയുടെ കണ്ടുനോക്കാം. ുള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലങ്ങളൊന്നും കണ്ണിൽ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ വേണമെങ്കിൽ ആർക്കും വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. പക്ഷേ എൻ്റെ മൂത്ത ചേച്ചിനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇന്റർവ്യൂയിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അതായത് മനാഫ് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ആ പെൺകുട്ടിയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു എടുക്കുന്നു എന്നൊക്കെ. പിന്നെ വേറെ കുറേ യൂട്യൂബ് ചാനലിൽ വരുന്ന വാർത്തകളെന്ന് പറയുന്നത്. കാര്യം യൂട്യൂബ് ചാനൽ എല്ലാവരും വ്യൂസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ അതൊക്കെ കാണുമ്പോൾ മേ ബി വിഷമം ഉണ്ടായിരിക്കാം, പക്ഷേ സാമാന്യ ബോധമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാക്കുന്ന കാര്യമല്ല ഉള്ളൂ. കാര്യം യൂട്യൂബ് ചാനൽ കഥ പറയുന്നതെല്ലാം സത്യമാണോന്നുണ്ടോ? ഒരിക്കലുമല്ല.
അതുകൊണ്ട് ഈ മനാഫിന്റെ ഇന്റർവ്യൂസ് അത് നിങ്ങൾക്ക് പേഴ്സണലി നല്ല ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മനാഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് എടുക്കുന്നതെന്ന്. അപ്പോൾ മനാഫ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ശരിക്കും എൻ്റെ PR എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ, ഞാൻ എവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളല്ലേ ക്യാമറയും കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അതൊരു പോയിന്റാണ്. അയാൾ എവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാലും മീഡിയസാർ എല്ലാവരും കൂടെ അയാളുടെ വായിലോട്ട് ചെന്ന് കയറുകയാണ്. അപ്പോൾ അയാൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ സംസാരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ സാഹചര്യം മുതലെടുക്കുവാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. ഇത്രയും ഒരു വിഷയത്തിൽ മുതലെടുക്കുവാണെങ്കിൽ അങ്ങനെ കാണിക്കുന്ന ഭയങ്കര തെണ്ടിത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ തരത്തിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ രീതിയിൽ ഇവിടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലെ ആൾക്കാരെയും കൊണ്ട് അവിടെ പോയി ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ എന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കലക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിന് നിൽക്കുന്നു? അവിടെ പിന്നെ തിരച്ചിൽ നൽകിയ ഇവർക്കാർക്ക് എന്തേ സംഭവിച്ചാൽ ആ ഒരു ഉത്തരം പറയും. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്തരാണ്. അത് ഓരോന്ന് വേണമെങ്കിലും തെളിവടക്കം ഞാൻ കാണിച്ചു തരാം. അതിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ വേറൊരു കാര്യം, ഇവർ ഈശ്വർ മാൽപയെ പറ്റിയിട്ടും ഇവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്നുണ്ട്. ഈശ്വർ മാൽപെ സഹായിച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈശ്വർ മാൽപയുടെ കയ്യിലും തെറ്റുകൾ ഉള്ളെന്നുള്ള രീതിയിൽ. അത് മാത്രവുമല്ല, ഈ മനാഫിന്റെ പേരിലും ഈശ്വർ മാൽപയുടെ പേരിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഇപ്പം കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാര്യം ഈശ്വർ മാൽപയൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ വരെ കളഞ്ഞിട്ട് മാക്സിമം അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട് തെരച്ചിലിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മനുഷ്യനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? കാര്യം ഈശ്വർ മാൽപയുടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പല ഇങ്ങനെയുള്ള റെസ്ക്യൂവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്കാരനെ ഇങ്ങനെ ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരനെയൊക്കെ കുറ്റം പറയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഈശ്വർ മാൽപെ ഈ ഒരു വിഷയത്തിൽ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് നിന്നു എന്ന് അത് നമുക്കൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ന്യൂസ് ചാനലിനകത്തും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പുള്ളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ഒരു കാര്യം, അർജുൻ്റെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് എല്ലാവർക്കും. അപ്പം നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ടൊന്ന് ഫേമസ് ആവാം. മനസ്സിലായോ? കുറച്ച് പൈസ കൊടുത്തിട്ട് മീഡിയാസിൽ ഒന്ന് അറിയിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് ഫേമസ് ആവുമല്ലോ. ഇതൊക്കെ തന്നെ സത്യം പറയാൽ അതൊക്കെ കാണിക്കുന്ന വെറും തെണ്ടിത്തരമാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് പൈസ തരാൻ വരുവാണെങ്കിൽ നിങ്ങൾ കഴിവത് ഈ മീഡിയാസുകാരെയും വേറെ ആരെയും അടുപ്പിക്കാതിരിക്കുക. അതാണ്. അല്ലെങ്കിൽ കഴിവത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ അടുപ്പിക്കരുത്. കാശ് നിലവിൽ ആരെയും മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കാശ് മേടിച്ച് കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് അത് വേറെ രീതിയിലോട്ടേ പോകത്തുള്ളൂ. ഇപ്പം തന്നെ നമ്മൾ കുറേ വിഷയങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, നിലവിൽ ആരുടെയും കയ്യിൽ നിന്ന് കാശ് മേടിക്കാതിരിക്കുന്നത് നല്ലത്. കാര്യം നഷ്ടം എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കുമാണ്, വേറെ ആർക്കും അല്ല. എല്ലാവരും നൈസിന് മുതലെടുക്കുവാണ്, അല്ല വേറെ ഒന്നുമല്ല. അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് അർജുട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് അർജുട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇത് ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ ഏറ്റവും മുന്നേ നടന്ന സംഭവമാണ്. ഞാനിന്നത് അപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പോൾ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രേ ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടി ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചാനലിനകത്ത് ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് ആ അർജുൻ്റെ ബൈക്ക് മനാഫിൻ്റെ വീട്ടിൽ ഇരിക്കുന്നു, അത് പെയിന്റ് അടിച്ചിട്ട് അങ്ങാണ്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം തന്നെ. ശരിക്കും ഇവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് ആ വണ്ടി അവർ ശരിയാക്കിയത്. അതായത് അർജുൻ തന്നെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് വണ്ടി ശരിയാക്കാൻ കൊടുത്തിരുന്നതായിരുന്നു. പക്ഷേ അത് മനാഫ് കാശ് കൊടുത്ത് ശരിയാക്കി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പം എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പം ഇവർ പറയുന്നു ആ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലാണ് കൊടുത്തത്, അവിടുന്ന് എടുത്തുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു പോകുന്നു. എന്നിട്ട് അതായത് ലിറ്ററലി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയെന്ന്.
ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരമാണ്. എന്തായാലും മനാഫ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, ഇതെല്ലാം ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ലിറ്ററലി സാഹചര്യം മുതലെടുക്കുകയാണെങ്കിൽ കാണിക്കുന്നത് പന്ന പരിപാടിയായിട്ടേ നോക്കത്തുള്ളൂ. കാര്യം ഇവർ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. തെളിവാക്കിയുടെ കാണാം. ഈ പറയുന്ന വ്യക്തി മനാഫ് ആണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കും. എന്നിട്ട് അവർ നമ്മൾ സംസാരിക്കാൻ തരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിപ്രായം നോക്കൂ. ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരികമായ തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാര അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. ഓക്കെ, പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ വിഷയമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അതുള്ള കാര്യം പറയാമല്ലോ. കാര്യം അങ്ങേര് തന്നെ പക്ഷേ എടുത്ത് പറയുന്നു എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനാണ്, പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്താണ് പ്രശ്നം, അതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഇഷ്ടമല്ലേ എന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അതെന്തായാലും നിങ്ങൾ തന്നെ ആ ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണത് സത്യം പറഞ്ഞ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ആരും യൂട്യൂബ് ചാനൽ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള രീതിയിലല്ല, എല്ലാവരും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ ഇതിനകത്ത് മനാഫ് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ ആൾക്കാരെ ഇത് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. ശരിക്കും ആ പുള്ളിക്കാരൻ അതൊന്ന് മാറ്റി വെക്കായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ടായിരുന്നു അല്ലേ തന്നെ മീഡിയക്കാർക്ക് ഓരോ വൈറ്റ് കൊടുക്കുന്നത് തന്നെ വലിയ വിഷയമായിട്ടാണ് വരുന്നത്. എന്തായാലും നമുക്ക് മനാഫിൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതൊന്നും അറിയില്ല, എന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക്. ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നിശ്ചയന്മാരാണ് ഇവർ പറയുന്നത്. ഏതാ അറിയോ, ഒരു ഉസ്താദ്, അത് എൻ്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടിൽ മോനെ എല്ലാവരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ വീട്ടിലെ മുതിർന്ന ആളുകൾ കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കില്ല കുട്ടിയേക്ക്, ആ ഇട്ട് കൊടുത്തതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏകത്. മനാഫ് 2000 രൂപ കൊണ്ടുപോയി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും. അതൊരു എന്താ പറയുക, ഒരു അപ്പൂപ്പന് ഒരു കൊച്ചുമോന് പോക്കറ്റിലിട്ട് കൊടുക്കില്ലേ. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും, അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ, എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാൻ അറിയില്ല. ഇനി എനിക്ക് ഒന്നുകൊണ്ട് പേടിക്കാനില്ല, ഇനി ഞാൻ സജീവമായിരിക്കും യൂട്യൂബ് ചാനൽ എന്നാണ് മനാഫ് പറയണത്. എൻ്റെ ലോറിക്ക് ഇനി അർജുൻ എന്ന് തന്നെ പേരിടും എന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് ഈ ഒരു വിഷയം പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, അർജുന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും എന്തുമാത്രം പ്രാർത്ഥിച്ച് എന്തുമാത്രം വിഷമത്തോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു അർജുനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഏതെല്ലാം രീതിയിലോട്ടാണ് ഈ വിഷയം ഡൈവേർട്ട് ആവുന്നത്. പക്ഷേ മനാഫിന് അത്യാവശ്യം നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഫേസ്ബുക്കിലെ കമൻസ് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും യൂട്യൂബ് എടുത്ത് നോക്കിയാലും അത്യാവശ്യം മനാഫിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനാഫിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മനാഫ് കുറച്ച് എന്താ പറയണ്ട, മനാഫും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വിഷയത്തിൽ. അവരതൊന്നും കാണാതെ സംസാരിക്കുന്നതും തെറ്റാണ്. പിന്നെ മനാഫിൻ്റെ ഭാഗത്തും തെറ്റുകൾ മനുഷ്യരല്ലേ സംഭവിച്ചാണ്. ഇതൊക്കെ പറഞ്ഞ് പേഴ്സണലി തീർക്കാൻ പറ്റുന്ന ഇഷ്യൂ ആയിരുന്നു. ഇതൊക്കെ വെറുതെ നാണക്കേടാണ്. പ്രത്യേകിച്ച് അർജുൻ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, മുതലെടുക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്ത് എങ്ങനെ യോജിക്കാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികതയായിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കൂട്ടിക്കൊള്ളി ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പോൾ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എൻ്റെ അമ്മയാണ്, അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മയാണ്. ആ അർജുൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ട് ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല, എനിക്ക് അതിൽ ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്നല്ലേ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും. എനിക്ക് ഏത് ലൈവ് ഞാനോ ഇല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലോറി ഉടമ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്.
അതിൽ കയറി നോക്കിയാൽ ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോൾ ഇതാ ഈ ഒരു 10-20 ദിവസം മുമ്പേ അവരുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇതണക്ക് അമ്മയുടെ ഫോൺ അങ്ങാണ്ട് ലൈവിൽ വിളിച്ചിട്ട് അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുത്തു, അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ പോലെ അങ്ങോട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ പുള്ളി സംസാരിക്കുന്നത്. എന്തായാലും ലോറി ഉടമ മനാഫ്, അതാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്, നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചേരെ. അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞാൽ മനാഫിൻ്റെ ഇനിയുള്ള വീഡിയോസ് കാണാം എന്നാണ് പുള്ളി പറയുന്നത്. തോന്നിടെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതായിരിക്കും ഏറ്റവും ഭയങ്കര ട്രെൻഡിങ് സംഭവം. ഒരു മരണം നടന്ന വീടാണ്, അവിടെ ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. എനിക്ക് ഇതിനകത്ത് എന്താണ് എനിക്ക് പറയാനുണ്ടെന്ന് എനിക്ക് ലിറ്ററലി അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാല്ല, ഇതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു. കുറേ ആൾക്കാർ ഇപ്പം വന്നിരുന്ന് എന്താ പറയണ്ട മനാഫിനെ ചീത്ത വിളിക്കുന്നു, കുറേ ആൾക്കാർ വന്നിരുന്ന് അർജുൻ്റെ ഫാമിലി ചീത്ത വിളിക്കുന്നു, അർജുൻ്റെ ഈ പറയുന്ന പെങ്ങളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്ത വേറെ കുറേ ടീമുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യവും വരുന്നില്ല. കഴിവതും മിണ്ടാതിരിക്കുക. കാര്യം നഷ്ടങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമാണ് നഷ്ടം. ഈ പറയുന്ന മനാഫിനല്ല, ആർക്കും അല്ല. കാര്യം ഇവർക്ക് ആർക്കും ഒരു ബ്ലഡ് റിലേഷന് മാത്രമേ അതിൻ്റെ ആ ഒരു വില അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ചുമ്മാതെ പ്രഹസനമാണ്. അവർക്ക് കുറച്ച് ദിവസം ആ ഒരു വിഷമം കാണും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ വിഷമം കാണത്തില്ല, അവരവരുടെ കാര്യങ്ങളായിട്ട് പോകും. ഇനിയിപ്പോൾ മനാഫ് ഈ പറയുന്ന പോലെ മുതലെടുക്കുക എന്ന് തന്നെ വെച്ചോട്ടെ, അയാൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ രീതിയിൽ പോകും. എന്തായാലും നമുക്കറിയാമല്ലോ, പുള്ളി ഇവിടെ ഉണ്ടല്ലോ, ആ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് പുള്ളിക്കാരൻ വീഡിയോ ഇടുന്നതും അതിൻ്റെ വ്യൂവർഷിപ്പും വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ കത്തും. അധികം നാൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഫേക്ക് ഫേസ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ റിയൽ ക്യാരക്ടർ എന്നായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ബാക്കി കിടക്കണം. എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താ വലിയ തെറ്റാണോ? അത് എൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ ഇഷ്ടത്തിന് ഞാനത് ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു. ഒരു ബൈക്ക് കാണിച്ചു കൊടുത്തിന് എന്താ തല കീയാവോ? പക്ഷേ അങ്ങനെ കാര്യമായ ഒരു തർക്കങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എന്താണ്, ഞാനായിട്ട് എവിടെയും എന്താ പറയുക ഒരു ഫേമസ് ആയിട്ടില്ല. ഞാനിപ്പോൾ ഫേമസ് ആയെന്ന് തോന്നുന്നില്ല. ഇത് ആരൊക്കെ കുറച്ച് എന്താണ്, ഇത് 4 ദിവസത്തെ ഒരു ഫേമസ്, അത് മനസ്സിലാക്കിയാൽ പോരെ. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെ നിൽക്കുമോ? എന്തൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്, നാളെ നിങ്ങൾക്ക് ഒരു വിഷയം കിട്ടി, നിങ്ങൾ പോകും, യൂട്യൂബേഴ്സ് പോകും, പിന്നെ എന്താ ഫീലുള്ളത്? അപ്പോൾ ഞാൻ ചെയ്തത് എന്തൊക്കെ എനിക്ക് മനസ്സിലാവില്ല. ഓരെന്ത് പറഞ്ഞാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരെൻ്റെ ഫാമിലിയാണ്, ആ അമ്മയും അച്ഛനും എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിയിച്ചോട്ടെ, ഞാൻ ഏതെങ്കിലും പണം വാങ്ങിക്കണം എന്നുള്ളത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മാനേജർ സ്ക്വയറിന് മുന്നിൽ വന്നുകൊണ്ട് എല്ലാവരും കല്ലെറിഞ്ഞ് പോകുന്നാളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ പണപ്പെരുവോ കാര്യങ്ങളോ ഒന്നും പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും കഴിവത് ഈ ഒരു വിഷയമൊക്കെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നത്, ഇനിയിപ്പം കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വഴിക്ക് തന്നെ അത് പോട്ടെ എന്ന് തന്നെ പറയാം. എന്തായാലും ഇവർ പറയുന്നുണ്ട്, ഇന്നലെ തന്നെ അർജുൻ്റെ അനിയൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും എന്താണ് പറയുന്നത്, അവർക്കും ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടുന്നുണ്ട്. അതൊക്കെ നിർത്തുക. കാര്യം അവരെയൊക്കെ പോയിട്ട് സൈബർ ബുള്ളിങ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, കാര്യം നഷ്ടങ്ങൾ എപ്പോഴും അവരുടെ ഫാമിലിക്ക് തന്നെയാണ്. അത് നിങ്ങളത് മനസ്സിലാക്കുക. ഇവർക്കല്ല, ഈ മനാഫൊക്കെ ആയാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പം അവരുടെയൊക്കെ മനസ്സിൽ നിന്ന് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മായും. അതങ്ങനെയാണ്, അതിൻ്റെ റിയാലിറ്റി അതാണ്. പിന്നെ അവരവരുടെ കാര്യം നോക്കി പോകും. പക്ഷേ നഷ്ടപ്പെട്ടത് ആർക്കാണ്? അർജുൻ്റെ ഫാമിലിക്കാണ്. ഇപ്പം എന്തായാലും അങ്ങോട്ട് പറച്ചിലായി, ഇങ്ങോട്ട് പറച്ചിലായി. വെറുതെ സത്യം പറഞ്ഞാൽ നാണക്കേടാണ്, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.